സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകൃതമായത് എവിടെയായിരുന്നു? ഉത്തരം സിംഗപ്പൂർ. ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയശേഷം ആരുടെ സഹായം സ്വീകരിക്കുവാനാണ് നേതാജി തീരുമാനിച്ചത്? ഉത്തരം റഷ്യ. ഉന്നത വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി കഴ്സൺ പ്രഭു നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സർ തോമസ് റാലി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ഡൽഹിയിൽ. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം കേരള കൗമുദി. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു ദിവംഗതനായത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ശിവഗിരി. ഗോകുൽദാസ് മക്കൽജി ഗാന്ധിജിയുടെ ആരായിരുന്നു? ഉത്തരം ഭാര്യ പിതാവ്. പുരുഷോത്തം ദാസ് ടണ്ടനെ രാജർഷി എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. 1925 സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലീഷുകാരി? ഉത്തരം മീരാബെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം 1886 കൊൽക്കത്തയിൽ. നിങ്ങൾ ഒരു ആൺ തേനീച്ചയാണ്. ലജ്ജാഭാവത്തെപ്പറ്റി ആരാണ് ഗാന്ധിജിയോട് ഇങ്ങനെ പ്രതികരിച്ചത്? ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ്. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത ഏതായിരുന്നു? ഉത്തരം അമ്മയുടെ വിയോഗം. ലങ്കയിലേക്കുള്ള ശ്രീരാമന്റെ ചരിത്രപ്രധാനമായ പദയാത്ര പോലെ ദണ്ഡിയിലേക്കുള്ള ഗാന്ധിജിയുടെ പദയാത്രയും സ്മരണീയമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം കരംചന്ദ് ഗാന്ധി. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധി വധക്കേസിൽ പ്രതികളെ ഏതു വർഷമാണ് തൂക്കിക്കൊന്നത്? ഉത്തരം 1949. ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ ഏത് വർഷത്തെ സമാധാന നൊബേലിനാണ് നാമനിർദ്ദേശം ചെയ്തത്? ഉത്തരം 1948. ഗാന്ധി സിനിമ ഏത് വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത്? ഉത്തരം 1982. ഗാന്ധിജി ആദ്യമായി നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം? ഉത്തരം 1937. ഏത് വർഷമാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 1906. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിന്റെ പഴയ പേര്? ഉത്തരം സുദാമാപുരി. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ
ഏത് മന്ദിരത്തിന് സമീപമാണ്? ഉത്തരം ബിർള ഹൗസ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? ഉത്തരം 1910 സെപ്റ്റംബർ 26. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇടക്കാല ഗവൺമെന്റിൽ ആരായിരുന്നു ധനമന്ത്രി? ഉത്തരം ലിയാഖത്ത് അലി ഖാൻ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്ന ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം ബംഗാൾ നവാബായ സിറാജ് ഉദ്ദൗളെ. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ? ഉത്തരം വെല്ലസ്ലി പ്രഭു. 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം? ഉത്തരം ഹൈദരാബാദ്. വെല്ലസ്ലി പ്രഭു സ്വയം വിശേഷിപ്പിച്ചത് ഏതു പേരിലാണ്? ഉത്തരം ബംഗാൾ ടൈഗർ. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം? ഉത്തരം 1932. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നായകൻ ആരാണ്? ഉത്തരം സി കേശവമേനോൻ. ശ്രീമൂലം പ്രജാസഭയിൽ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതിയായ സംവരണം ലഭിക്കാൻ 1932 നടന്ന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിവർത്തന പ്രക്ഷോഭം. വൈക്കം നായകൻ ആരാണ്? ഉത്തരം എ വി രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ഉപദേഷ്ടാവ് ആരാണ്? ഉത്തരം ബി എൽ റാവു. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സമിതി സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? ഉത്തരം എം എൻ റോയ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം? ഉത്തരം ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസ് രൂപം കൊണ്ട വർഷം? ഉത്തരം 1835. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം? ഉത്തരം ഷില്ലോങ്. ഇന്ത്യയിൽ CRPF രൂപീകൃതമായ വർഷം? ഉത്തരം 1939. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം വേദബന്ധു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഉത്തരം ഒരു തവണ. പാലിയത്തച്ഛന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഹെൻറിക് റിൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ള. 1836 കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ഉത്തരം 1947.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ്? ഉത്തരം അഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ ഭാവ്നഗർ. 1920 ആദ്യ സന്ദർശനത്തിന് ഗാന്ധിജി കേരളത്തിൽ എത്തിയപ്പോൾ എവിടെയാണ് പ്രസംഗിച്ചത്? ഉത്തരം കോഴിക്കോട്.